ഹലോ, ഇന്ന് ചക്കക്കുരു മാങ്ങയും കൊണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണേ. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ വേണ്ടതെന്ന് നോക്കിയാലോ. കുറച്ച് നാൾ കിടന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള പൊടിയുള്ള കുറച്ച് ചക്കക്കുരു ഒരു 10 രൂപ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങ വേണം. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ. ഇനി 5-6 ചുവന്നുള്ളിയും അത്യാവശ്യം എരിയുള്ള ഒരു പച്ചമുളകും കൂടി ആയാല് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയി കേട്ടോ. ഇനി ഇതിന്റെയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്തോട്ട് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ചക്കക്കുരു മാങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. ഇതിൽ ചക്കക്കുരു വെന്ത് കിട്ടാൻ അത്യാവശ്യം സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി അതവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു 3-4 ചുവന്നുള്ളിയും 4-5 വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവില്ലാത്ത ഒരു ചെറിയ കാന്താരിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് അതിനെ ഇത്തിരി വെള്ളം കൂട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഈ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടിയാലേ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വേവിക്കാൻ വെച്ചാൽ എന്തായി നോക്കാമേ. ഇപ്പൊ ഏകദേശം നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ ഒന്ന് പറ്റി ചക്കക്കുരു ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കതിനെ ആ തവി വെച്ച് തന്നെ ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ അരപ്പും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം. ചക്കക്കുരു മാങ്ങയൊക്കെ ഉടച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലായി പോവാതെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഇടയിൽ കിട്ടുന്ന പോലെ ആവണം കേട്ടോ ഉടയ്ക്കുന്നത്. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാനിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഉള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ടേ. ആ ടൈം കൊണ്ട് നമ്മുടെ തേങ്ങയും മൂത്ത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ടേ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ മൂപ്പിച്ച തേങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് തവി വെച്ച് ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി ചക്കക്കുരുവും മാങ്ങയും കൊണ്ടുള്ള കറി റെഡി. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും കറിയുടെ ടേസ്റ്റ് അടിപൊളിയാണേ. ചക്കക്കുരു മാങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.